ഗുഡ് മോർണിംഗ് പ്രസാദ്. ഇനി അറിയേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞവര് അതിലൊക്കെ പറഞ്ഞ പോലെ പോരാട്ടം കടുക്കാൻ തുടക്കം കുറിച്ചു കഴിഞ്ഞു CPIM ഇടതുമുന്നണി. NDAയുടെ നീക്കങ്ങൾ എങ്ങനെയാണ് ഇനി? ശ്രുതി, റീജിത്ത്, ഗുഡ് മോർണിംഗ്. NDAയുടെ തർക്കം ഇതുവരെയും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കോൺഗ്രസിലെ തർക്കമാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും NDAയിലും കാര്യമായ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 2 സീറ്റുകളെ ചൊല്ലിയുള്ളതാണ്. നമുക്കറിയാം A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് അങ്ങനെയൊക്കെയാണ് NDA അവരുടെ മണ്ഡലങ്ങളെ തിരിച്ചിരിക്കുന്നത്. അങ്ങനെ വിജയസാധ്യതയുള്ള സീറ്റുകളിലാണ് തർക്കം നടക്കുന്നത്. അവർ പറയുന്ന അവർക്ക് വിജയസാധ്യതയുള്ള 2 സീറ്റുകളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് തൃപ്പൂണിത്തറയും 2 കൊടുങ്ങല്ലൂരുമാണ് നിലവിൽ പ്രശ്നമുള്ളത്. തൃപ്പൂണിത്തറയിൽ 2020ക്കാണ് സീറ്റ്. അതിൽ സാബു M ജേക്കബ് മത്സരിക്കണം എന്നുള്ളതാണ് NDA നേതൃത്വം പറയുന്നത്, BJP പറയുന്നത്. പക്ഷേ അതിന് സാബു M ജേക്കബ് തയ്യാറല്ല. 2020 പറയുന്നത് അതിൽ അഖിൽ മാരാരെ മത്സരിപ്പിക്കാം എന്നതാണ്. പക്ഷേ BJP നേതാക്കൾ അതിൽ തൃപ്തരല്ല. മറ്റൊരു കാര്യമുള്ളത് കൊടുങ്ങല്ലൂർ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. കൊടുങ്ങല്ലൂർ സീറ്റ് BDJSന്റെ സീറ്റാണ്. ആ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന് BDJS അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ B ഗോപാലകൃഷ്ണനെ നിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. അതുകൊണ്ട് ആ സീറ്റിലും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ ആദ്യഘട്ട ലിസ്റ്റ് പുറത്തിറങ്ങും, സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങും. ഒരു 50ഓളം പേരുടെ ലിസ്റ്റാണ് വിചാരിക്കുന്നത്. നാളെ ഡൽഹിയിൽ അവരുടെ യോഗത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രഖ്യാപനം ഉണ്ടാവുക. ആകെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർത്തുന്ന രീതിയിലാണ് NDA കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, TV പ്രസാദും ആദിൽ പാലോടും നോബിൾ മാരിക്കാരനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.